ബുർഹാൻ, വെരി ഗുഡ് മോർണിംഗ്. ഹസൻ കോയ, വീടിന് തീപിടിച്ച് ആരെങ്കിലും മരിച്ചാൽ അതിനും പോലീസിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. സുധീർ, സജി, ജയമോൻ, പ്രമോദ്, ശങ്കരൻ, റാം, ബുർഹാൻ, CK, എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റൊരു രാഷ്ട്രീയ വിവാദം കൂടി ഉടലെടുക്കുകയാണ് സാമൂഹ്യ മാധ്യമത്തെ ചൊല്ലി. ഗാന്ധിജിയെയും കോൺഗ്രസിനെയും കുറിച്ചുള്ള KR മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വാക്പോരിന് ഇടവച്ചിരിക്കുന്നത്. ഗാന്ധിജിയെ തുടച്ചുമാറ്റാൻ 10-75 കൊല്ലമായി കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന പ്രസ്താവന ശുദ്ധ അസംബന്ധമെന്ന് എഴുത്തുകാരൻ ബെന്യാമിന്റെ വിമർശനം സംഘപരിവാറിനെ സഹായിക്കാനാണെന്നും നിലപാടിൽ മാറ്റമില്ലെന്നും KR മീരയും മറുപടി നൽകി. KR മീരയ്ക്കെതിരെ കോൺഗ്രസ് നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആറോഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആറോഷിപാൽ, KR മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ അതിൽ KR മീരയുടെ ഒരു രാഷ്ട്രീയ അഭിപ്രായം എന്ന നിലയിൽ എടുക്കാമായിരുന്ന വിഷയമാണോ ഇപ്പോൾ വിവാദമാക്കി ആളിക്കത്തിക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, നാഥൂറാം വിനായക ഗോഡ്സെയെ ആദരിക്കുന്ന ചടങ്ങ്, അത് മീററ്റിൽ ഹിന്ദു മഹാസഭ സംഘടിപ്പിച്ച ചടങ്ങ്, അതിന്റെ പത്രവാർത്ത ഉൾപ്പെടെയാണ് KR മീര പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസിന് തുടച്ചു മാറ്റാൻ കഴിയാത്തത്, 75 വർഷം കോൺഗ്രസ് ശ്രമിച്ചിട്ടും തുടച്ചു മാറ്റാൻ കഴിയാത്തതാണോ ഹിന്ദു മഹാസഭയ്ക്ക് തുടച്ചു മാറ്റാൻ കഴിയുക എന്ന ചോദ്യമുയർത്തി. ഈ വാർത്തയിൽ പറയുന്നത് ഗാന്ധിജിയുടെ ആത്മാവിനെയും ഗാന്ധിസവും ഇന്ത്യൻ മണ്ണിൽ നിന്നും തുടച്ചു മാറ്റുമെന്ന തീരുമാനം ഹിന്ദു മഹാസഭ മീററ്റിൽ നടന്ന പരിപാടിയിൽ എടുത്തു എന്നാണ് ആ വാർത്തയാണ് പങ്കുവച്ചത്. ഈ പങ്കുവച്ച വാർത്തയുമായി ബന്ധപ്പെട്ട പിന്നീട് KR മീരയ്ക്കെതിരെ ബെന്യാമിന്റെ പ്രതികരണം വരാൻ കാരണം ഇത്തരം ഹിന്ദു മഹാസഭയുടെ ഇത്തരം പ്രസ്താവനകൾ, ഇത്തരം തീരുമാനങ്ങളെ ആരോട് അത് താരതമ്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തത KR മീരയ്ക്കില്ല എന്നും, ഇത് ആരെയാണ് സഹായിക്കുക, ഇത് ബോധപൂർവമാണ് ഈ പോസ്റ്റ് KR മീര പങ്കുവച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ബെന്യാമിൻ ഉയർത്തിയത്. ഏതായാലും KR മീരയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വവും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ VT ബൽറാം, M ലിജു അടക്കമുള്ള യുവ നേതാക്കളൊക്കെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തി കഴിഞ്ഞു. KR മീര BJPയെയും സംഘപരിവാറിനെയും സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരം പോസ്റ്റ് പങ്കുവച്ചത് എന്ന വിമർശനമാണ് ഉയർത്തുന്നത്. സമാനമായ വിമർശനമാണ് ബെന്യാമിനും ഉയർത്തിയത്. ബെന്യാമിൻ ഈ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ KR മീര വീണ്ടും മറ്റൊരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അതിൽ പറയുന്നത്, ബെന്യാമിൻ ഇങ്ങനെ ഒരു വിമർശനം ഉയർത്തുന്നത് അത് ഹിന്ദു മഹാസഭയെ അല്ലെങ്കിൽ സംഘപരിവാറിനെ സഹായിക്കാനാണ്, കോൺഗ്രസിനെ പ്രീണിപ്പെടുത്താനാണ് എന്ന വിമർശനമാണ് KR മീരയും ഉയർത്തുന്നത്. ഏതായാലും ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇവർ തമ്മിലുള്ള അത് വാക്പോര്, അത് കോൺഗ്രസ് നേതാക്കൾ കൂടി ഏറ്റെടുക്കുന്ന സാഹചര്യമാണ്. VT ബൽറാം KR മീരയെ പരിഹസിക്കുകയാണ് ചെയ്തത്. M ലിജു ആണെങ്കിൽ KR മീരയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, VT ബൽറാം പറയുന്നത് സംഘികളോ അവർക്ക് കുഴലൂതുന്ന പിണറായിസ്റ്റ് എഴുത്തുജീവികളോ എത്ര അധിക്ഷേപിച്ചാലും മഹാത്മാഗാന്ധി പ്രസിഡന്റായിരുന്ന പ്രസ്ഥാനം ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. KR മീര പറഞ്ഞത് ശുദ്ധ അസംബന്ധമെന്നാണ് ബെന്യാമിൻ പറഞ്ഞത്. വിവരമില്ലായ്മയെക്കുറിച്ച് തനിക്കും ധാരാളം പറയാനുണ്ടെന്ന് KR മീര പറയുകയും ചെയ്യുന്നു. KR മീരയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന ബെന്യാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഭാഗം ബെന്യാമിൻ ഉപയോഗിച്ച ഭാഷയിൽ തന്നെ ഞാൻ മറുപടി പറയുന്നു എന്നാണ്. ഗാന്ധി നിന്ദയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ പോലും ചങ്കുറപ്പില്ലാതെ എൻ്റെ പോസ്റ്റിനെ ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ബെന്യാമിൻ്റെ വിവരമില്ലായ്മയെക്കുറിച്ച് എനിക്കും ധാരാളം പറയാനുണ്ട്. എന്നെ സംഘപരിവാറായി അവതരിപ്പിക്കാനുള്ള ബെന്യാമിൻ്റെ ശ്രമം സംഘപരിവാറിനെ സഹായിക്കാനുള്ള പദ്ധതി മാത്രമാണ് എന്നിങ്ങനെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത്. ഞാനാണ് മഹാപണ്ഡിതൻ, ഞാനാണ് മഹാമാന്യൻ, ഞാനാണ് സദാചാരത്തിൻ്റെ കാവലാൾ എന്നൊക്കെ മേനി നടിക്കുന്നത് കൊള്ളാം, കൂടുതൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞാണ് KR മീര ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നാലും പൊതുസമൂഹത്തിൽ രണ്ട് എഴുത്തുകാർ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ പേരിൽ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത് ശരിയാണോ എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇതിനെതിരെ കോൺഗ്രസിൻ്റെ ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ പല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.